ഇത് കണ്ടോ, കൈ വെച്ചിട്ടില്ലേ, അവിടെ സ്ക്വീസ് ചെയ്യും, അവിടെ ടൈറ്റ് ചെയ്യണം. ബാക്ക് മസിൽ കൊണ്ട് വലിക്കേ. നീ കൈ മാത്രം മസിൽ കൊടുക്ക്. ഇതിങ്ങനെ ആദ്യം വെക്കണ്ട, അത് സ്ക്വീസ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. സ്ട്രെച്ച് ചെയ്യ്. വാ സ്ക്വീസ് ചെയ്യ്, ഒറ്റടി വാ, ഒറ്റടി. വാ വിട്ടോ. ഫസ്റ്റ് സെറ്റ്. അത് വാമ്പ്. ഫസ്റ്റ് സെറ്റ് ഇതായിട്ടേ ഉള്ളൂ. കോച്ച് ഇത് കാണുന്നുണ്ടോ? കോച്ചിന് മെസ്സേജ് അയച്ച മടിയന്റെ ആട്ടിൻ തോലിട്ട ചെന്നായിയെ ഞാൻ ഇന്ന് വലിച്ചു കയറും. 2 ടൈറ്റ് ഹോൾഡ് 3. കോച്ചിന് ഈ വീഡിയോ അയച്ചു കൊടുക്കണം കേട്ടോ. 4 5. അങ്ങനെ പ്രിൻസ് ട്രാൻസ്ഫോർമേഷൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. 6. സ്ക്വീസ് ചെയ്തേ. ഹോൾഡ്. വാ. 7. സ്ക്വീസ്. ഡ്രോപ്പ് 2 സെറ്റ് കൂടെ കഴിഞ്ഞിട്ടാ. സെക്കൻഡ് സെറ്റ് ആയിട്ടുള്ളൂ, ഇനി 2 സെറ്റ് കൂടെ ഉണ്ട്. വാ. Squeeze. Find me in the corner of the room, not ready to resume, 'cause like I'm taking, don't wanna be alone, but I'm not in the zone. കേറ്. ബാക്ക് പെയിൻ. അറിയില്ല. കേറ്. 12 നമ്പർ അടിക്കണേ ഈ സെറ്റ്. കഴിഞ്ഞ 8 അടിച്ചോളൂ. ഇത് വെയിറ്റ് ഇല്ല. 2 പോട്ടെ. 3 പറ്റുന്നില്ലേ? ഒരു ഇഷ്യൂ ഇല്ല. പ്രിൻസെ കയറി ഉടായ്പ ഇറക്കാതെ. ഉടായ്പാണ് ഗൈസ്, ഉടായ്പ്. ഫ്രണ്ട്സ് ഉടായ്പ്. ലോകം അറിയണം. എന്തുവാ പ്രശ്നം? എന്തുവാ? ഫ്രണ്ട്സ് ഭയങ്കര ഉടായ്പായിട്ട് വരുവാ ഗൈസ്. ഫ്രണ്ട്സ് ഭയങ്കര ഉടായ്പാണ്. ഡ്രോപ്പ് സെറ്റ് കയറാൻ വരുന്നത്. എന്നാ വെയിറ്റ് ഇറക്കി, ഞാൻ കയറട്ടെ. വെയിറ്റ് ഇല്ല, വെയിറ്റ് കുറച്ചേക്കുവാ. ചെയ്ത് തീർക്ക്. കോച്ച് ഈവനാണ് കോച്ചിന് മെസ്സേജ് അയക്കുന്നത്. കണ്ടല്ലോ. അപ്പം പറഞ്ഞത് നമ്മുടെ 2 ഡേയ്സ് സ്കിപ്പായി പോയല്ലേ. കഴിഞ്ഞ ദിവസം ഒരു ബർത്ത്ഡേ വർക്കൗട്ട് ഉണ്ടായിരുന്നു ഗൈസ്. അത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുന്നതുകൊണ്ട് അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇന്നലത്തെ ഒരു വർക്കൗട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ലെഗും ചെസ്റ്റും ആയിരുന്നു നമ്മൾ ചെയ്തത്. അത് ഷൂട്ട് ചെയ്തില്ല. സോ ഇന്ന് നമ്മൾ ബാക്ക് ഡേ ഷൂട്ട് ചെയ്യും. പിന്നെ നമ്മുടെ ബോയ്സിനൊക്കെ പനിയായിരുന്നുകൊണ്ട് ഇവരാരും ഇല്ലായിരുന്നു. ഇനിയുള്ള വീഡിയോസ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതാണ്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് കമന്റിൽ പറയുക. ഫ്രണ്ട്സിനെ തീർക്കും. ബർത്ത്ഡേ ആയിട്ട് എനിക്ക് ഒരു ഗിഫ്റ്റ് പോലും തന്നില്ല ഗൈസ് ഫ്രണ്ട്സ്. ഇനിയുണ്ട് 10 നമ്പറോടെ. 10 നമ്പറോടെ ഉണ്ട്. 30. അയ്യേ, എന്തിനാ പിന്നെ ചെയ്യുന്നേ? എന്തിനാ പിന്നെ ചെയ്യുന്നേ? അയ്യേ, എന്താ ഞാൻ അതട്ടെ ഇവിടെ എനിക്ക് ബർത്ത്ഡേ ആയിട്ടൊരു ഗിഫ്റ്റ് പോലും തന്നില്ല ഗൈസ്. ഫ്രണ്ട്സിന്റെ വർക്കൗട്ട് 1 മണിക്കൂർ 45 മിനിറ്റ് വെറുതെ ആയിരിക്കും. 15 മിനിറ്റ് വർക്കൗട്ട് ചെയ്യും. എന്നിട്ട് പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ ആണോ? വെയിറ്റ് ഇറക്കി ലോഡ് ചെയ്താ കയറി അടിക്കട്ടെ. 6 പാക്ക് കാണിച്ചേ. 6 പാക്ക് ഒന്ന് കാണിച്ചേ. ഇത് ഞാൻ നീ കണ്ടായിരുന്നോ? എങ്ങനെയുണ്ട്? ബോഡി റിവ്യൂ ഞാൻ അവൻ കണ്ടേ ചോദിച്ചു നോക്ക്. പറഞ്ഞോട് 8 ഡേ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോട്. പറഞ്ഞോട്. പിള്ളേരെ കാണിച്ചു കൊടുത്ത് ഇവിടെ ബോഡി റിവ്യൂ നടത്തി. പിള്ളേർ ഞെട്ടി. ട്രാൻസ്ഫോർമേഷൻ എടാ ഞെട്ടിയോ ഇല്ലയോ? ഞാൻ കാണിച്ചു തരാം, വീഡിയോ ഉണ്ട്. ഇന്നത്തെ ബോഡി റിവ്യൂ ആഡ് ചെയ്താലോ? അത് പിള്ളേരെന്തായാലും പറഞ്ഞു.
ആംസ് പിടിക്കും, അത് കഴിയുമ്പോൾ വൈസ് പിടിക്കും. ഇതേ സാർ ഇത് ചെയ്യുമ്പോൾ 4 ആംസ് പിടിക്കുമല്ലോ. അതാണല്ലോ ഇനി ഇതിൽ പറയാൻ പോകുന്നത്. ഇതിൽ ബാക്ക് പിടിക്കത്തില്ലല്ലോ. വാടി. സ്ട്രെച്ച് കൊടു. മാക്സിമം സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കുക, സ്ക്വീസ് ചെയ്യാൻ ശ്രമിക്കുക. 3 ബാ 4 പോട്ടെ 5 സ്ട്രെച്ച് ബാ സ്ക്വീസ് 6 ബാ 7 ബാ സ്ക്വീസ് 8 സ്ട്രെച്ച് ബാ 2 more സ്ട്രെച്ച് ബാ 2 more ബാ. നടുവിന് പിടിക്കാതെ ലാറ്റ്സ് പോയി റെസ്റ്റ്. ഫസ്റ്റ് ജിമ്മെൻട്രിയോ? ഞാൻ ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്നേ എൻ്റെ 10th വെക്കേഷനാണ്. 10th മറ്റേ വെക്കേഷൻ ആവാൻ നോക്കിയിരുന്ന് എക്സാം കഴിഞ്ഞ് അന്ന് വൈകിട്ട് ഞാൻ നേരെ പോകുന്നത് ജിമ്മിലോട്ടാണ്. സ്കൂളിൽ വന്നിട്ട് മറ്റേ 10th ക്ലാസ് പഠിക്കുമ്പോഴത്തെ 10th ക്ലാസ് കഴിഞ്ഞാൽ ജിമ്മിൽ പോകാമെന്ന് പറഞ്ഞ് വീട്ടുകാർ പറയുമല്ലോ. അങ്ങനെ പോയില്ല. അത് കഴിഞ്ഞ് അന്ന് പോയപ്പോഴത്തേക്കും കുറേ ആൾക്കാർ, അന്ന് മസിലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. എനിക്കിപ്പോഴും ഫസ്റ്റ് ഡേ ഞാൻ ജിമ്മിൽ പോയപ്പം കണ്ട ആൾക്കാരെ, അന്ന് മസിലുള്ള 3-4 ആൾക്കാരുടെ മുഖം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവരിട്ട ഡ്രസ്സ് ഉൾപ്പെടെ. നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ ഓർമ്മയുണ്ടാവും? എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഫസ്റ്റ് ഡേ ജിമ്മിൽ പോയി കണ്ടപ്പോൾ ഏറ്റവും വലിയ ജിമ്മന്മാരെ. എനിക്ക് ഫസ്റ്റ് ഡേ ഓർമ്മയുണ്ട്. ഫസ്റ്റ് ഡേയിൽ അവിടെ കണ്ട ഏറ്റവും വലിയ ജിമ്മന്മാരെ ഓർമ്മയുണ്ട്. എത്ര പേർക്ക് അത് ഓർമ്മയുണ്ടോ? അന്നൊക്കെ കുറേ സാധനങ്ങളാണല്ലോ, പല വർക്കൗട്ട്, പല വെറൈറ്റി വർക്കൗട്ട്. അന്ന് പറഞ്ഞാൽ നമ്മൾ ട്രൈസെപ്സ് ചെയ്യുന്ന, അന്നത്തെ നമ്മുടെ ജിമ്മിലുണ്ടായിരുന്ന ട്രെയിനർ ട്രൈസെപ്സ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സെറ്റ് ബൈസെപ്സ് തരും. നമ്മളിങ്ങനെ നോക്കി നിൽക്കും അത് കിട്ടാൻ. ട്രൈസെപ്സിൻ്റെ ഇടയ്ക്ക് ബൈസെപ്സ് കിട്ടാൽ ആംസ് ഭയങ്കരമായിട്ട് വളരുമെന്നാണ് അന്നത്തെ വിചാരം. അന്ന് എല്ലാവരും മറ്റേ ആംസിന് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. അന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നതാ ട്രൈസെപ്സ് വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് ഒരു സെറ്റ് ബൈസെപ്സ് അടിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ആംസ് വളരുമെന്ന്. ട്രൈ ഔട്ടിൻ്റെ വർക്കൗട്ട് സെഷൻ. റാബിയായിട്ടൊരു വർക്കൗട്ട് വേണമെന്ന് ആഗ്രഹമുള്ളവർ കമന്റിൽ പറയുക. വിൽ ഡു എ വർക്കൗട്ട് സെഷൻ. ഞാൻ ഈ ഒറ്റയ്ക്ക് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം എന്നറിയോ? ഈ ആരെങ്കിലുമായിട്ട് പോകാൻ നിന്ന അവന്മാരുടെ സമയം നോക്കണം. പിന്നെ ഈ കുഴുന്നവന്മാർ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാനാണ് ഇതിനാണെന്ന് പറഞ്ഞ് വരും. എന്നിട്ട് അവന്മാരൊന്നും ചെയ്യത്തില്ല. നമ്മൾ 10 അടിക്കുമ്പോൾ അവന്മാർക്ക് 5 എടുത്തിട്ട് വയ്യാന്ന് പറയും. അത് കേൾക്കുമ്പോൾ നമ്മുടെ മൂടോടെ പോകും. അതുകൊണ്ട് അങ്ങനെയുള്ളവന്മാരെ അടിച്ചോടിക്കുക, ഒറ്റയ്ക്ക് തന്നെ വർക്കൗട്ട് ചെയ്യുക. അങ്ങനെയുള്ള നിങ്ങളുടെ ജിം ബ്രോസിനെ കമന്റിൽ ടാഗ് ചെയ്യുക. നമ്മുടെ ഒരു ടീം മെമ്പർ പറയാനായിട്ട് ഇങ്ങനെ ജിമ്മിലൊന്ന് പോയി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം, തടിയൊക്കെ എന്ന് പറഞ്ഞു. തടി വല്ലാതെ കൂടുന്നത്. ഏത് ടീമെന്ന് മനസ്സിലായോ? എന്നിട്ട് ആളെന്നും മറ്റേ മന്തി, ഐസ്ക്രീം, എന്നും മന്തിയാ. ഫുൾ ഡേ മന്തി കഴിച്ചിട്ട് ജിമ്മിൽ പോയിട്ട് മന്തി കഴിച്ചുകൊണ്ട് തടി കുറയ്ക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ആൾക്കാർ എന്നാണോ മനസ്സിലാക്കുന്നത് ഫുഡ് കൺട്രോൾ ചെയ്ത് തന്നെ പകുതി തടി കുറയുന്നുള്ള കാര്യം. ഇപ്പോഴും ആൾക്കാർ ജിമ്മിൽ പോയാൽ മതി, എന്ത് വേണമെങ്കിൽ കഴിക്കാം, തടി കുറയും, 6 പാക്ക് ആവും, മസിൽ വരും എന്നൊക്കെയാണ്. പക്ഷെ നല്ല തെറ്റാവും. അത് ആൾക്കാർ ഈ സത്യം തിരിച്ചറിയണം. പിന്നെ വേറെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. പ്രോ ടിപ്പ് ഫോർ യുവർ വർക്കൗട്ട്. ബിഫോർ ദ വർക്കൗട്ട്, talk 2 times a day. That's how we become a skinny bitch.